ചണ്ഡാകാരം ഭുജഗശീനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പന്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ദന്തവക്രൻ, വിധുരുധൻ, രാമകൃഷ്ണൻ എന്നിവരുടെ വധത്തെ പറ്റിയാണ് നാം ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരിക്കൽ കുരുവംശത്തിലെ രണ്ട് വിരുദ്ധ ചേരികൾ തമ്മിൽ, ഒന്ന് ദുര്യോധന്റെ നേതൃത്വത്തിലും മറ്റേത് പാണ്ഡവരുടെ നേതൃത്വത്തിലും യുദ്ധത്തിന് ഒരുക്കം കൂട്ടുന്നതായിട്ട് ഭഗവാൻ ബലരാമൻ അറിഞ്ഞു. യുദ്ധം തടയാനുള്ള ഒരു മധ്യവർത്തിയായിട്ട് നിൽക്കുകയെന്ന ആശയത്തോടും അദ്ദേഹത്തിന് അനുകൂല ഭാവം ഇല്ലായിരുന്നു. ഒരു കക്ഷിക്കും അനുകൂലമായിട്ട് സജീവം പങ്കുവഹിക്കാൻ വയ്യാത്ത സ്ഥിതിവിശേഷം അസഹനീയമായി തോന്നിയതിനാൽ പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാൻ എന്ന ഭാവത്തിൽ അദ്ദേഹം ദ്വാരക തന്നെ വിട്ടു. ആദ്യം പ്രഭാസ ക്ഷേത്രം എന്ന തീർത്ഥാടന കേന്ദ്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത്, മഹാഭാരത യുദ്ധസമയത്ത് ബലരാമൻ ഈ യുദ്ധത്തിൽ നിഷ്പക്ഷമായിട്ടോ ഇല്ലെ മധ്യവർത്തിയായിട്ട് നിൽക്കുകയെന്ന ആശയത്തിനോടും, നിഷ്പക്ഷമായിട്ട് നിൽക്കാനും ഇല്ലെങ്കിൽ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്യാനോ ഒന്നും അനുകൂല ഭാവം ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ബലരാമൻ. അതുകൊണ്ട് ഒരു കക്ഷിക്കും അനുകൂലമായിട്ട് പറയാനോ പ്രവർത്തിക്കാനോ അദ്ദേഹം സജീവമായി പങ്കുവഹിക്കാനോ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം അസഹനീയമായിട്ട് ബലരാമന് തോന്നി. അതുകൊണ്ട് പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാനെന്ന ഭാവത്തിൽ അദ്ദേഹം ദ്വാരക തന്നെ ഈ സമയത്ത് അവിടെ നിന്ന് വിട്ടു എന്നാണ് പറയുന്നത്. ആദ്യം പ്രഭാസ ക്ഷേത്രം എന്ന തീർത്ഥാടന കേന്ദ്രമാണ് അദ്ദേഹം സന്ദർശിച്ചത്. അവിടെ സ്നാനം നടത്തി അദ്ദേഹം ബ്രാഹ്മണരെ പ്രസാദിപ്പിച്ചു. ദേവന്മാർക്കും പിതൃക്കൾക്കും ഋഷിമാർക്കും ജനങ്ങൾക്കും വേണ്ടി ഹോമം നടത്തി. എല്ലാം വേദവിധി അനുസരിച്ചാണ് നടത്തിയത്. വൈദികമായ തീർത്ഥാടന രീതി അങ്ങനെയായിരുന്നു. തുടർന്ന് ബഹുമാന്യരായ ഏതാനും ബ്രാഹ്മണരുമൊത്ത് അദ്ദേഹം സരസ്വതീ നദിയുടെ തീരത്തുള്ള വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ തീർച്ചയാക്കി. ക്രമേണ പൃഥൂതകം, ബിന്ദുസാരം എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ഇതിനു പുറമെ കിഴക്കോട്ടൊഴുകുന്ന സരസ്വതി നദിയുടെ തീരത്തുള്ള പുണ്യസ്ഥലങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. തുടർന്ന് യമുനയുടെയും ഗംഗയുടെയും തീരത്തുള്ള മുഖ്യ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹം പോയത്. ഇപ്രകാരം ക്രമേണ അദ്ദേഹം നൈമിഷാരണ്യം എന്ന പുണ്യസ്ഥലത്തെത്തി. നൈമിഷാരണ്യം എന്ന പുണ്യസ്ഥലം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് അത്ര പ്രാധാന്യത്തോടു കൂടി ഇന്നും ആ പുണ്യസ്ഥലമായിട്ട് തന്നെ തീർത്ഥാടകർ അവിടെ എത്തപ്പെടുന്നുമുണ്ട്. അക്കാലത്ത് ആത്മസാക്ഷാത്കാരത്തെയും ആധ്യാത്മിക ജീവിതത്തെയും കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മഹർഷിമാർക്കും പുണ്യാത്മാക്കൾക്കും സമ്മേളിക്കാനുള്ള സ്ഥലം കൂടിയായിരുന്നു നൈമിഷാരണ്യം. ബലരാമൻ അവിടെ സന്ദർശിച്ചപ്പോൾ അതീന്ദ്രിയവാദികളുടെ സമ്മേളനത്തിന്റെ ഭാഗമായി അവിടെ ഒരു മഹായോഗം നടന്നു വരികയായിരുന്നു. ഇത്തരം സമ്മേളനം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിരുന്നത്. ഭഗവാൻ ബലരാമൻ അവിടെ എത്തിയപ്പോൾ സമ്മേളനത്തിൽ ഭാഗഭാക്കുകളായിരുന്നവരെല്ലാം, അതായത് മഹർഷിമാർ, സന്യാസിമാർ, ബ്രാഹ്മണർ, ജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാർ തുടങ്ങിയവർ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വലിയ ബഹുമാന ആദരത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ചിലർ അദ്ദേഹത്തെ സാദരം നമസ്കരിച്ചു. പ്രായമായ മഹർഷിമാരും ബ്രാഹ്മണരും അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിന്ന് അനുഗ്രഹങ്ങൾ അർപ്പിച്ചു. ഈ ഔപചാരികതയ്ക്ക് ശേഷം ബലരാമന് ഉചിതമായ പീഠം നൽകി അദ്ദേഹത്തെ ഉപേക്ഷനാക്കി. അവിടെ സന്നിഹിതനായിരുന്നവരൊക്കെ അദ്ദേഹത്തെ പൂജിച്ചു. സദസ്സിലുണ്ടായിരുന്നവരെല്ലാം ബലരാമന്റെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്നു. എന്തെന്നാൽ അദ്ദേഹം പരമപുരുഷൻ ആണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വിദ്യാഭ്യാസം അഥവാ ജ്ഞാനം പരമപുരുഷനെ അറിയുക എന്നർത്ഥം. അതിനാൽ ഭഗവാൻ ബലരാമൻ ഭൂമിയിൽ അവതരിച്ചത് ക്ഷത്രിയനായിട്ടാണെങ്കിലും അദ്ദേഹം ആരെന്നറിയാവുന്നതിനാൽ എല്ലാ ബ്രാഹ്മണരും മഹർഷിമാരും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു. പൂജയും ഇരിപ്പിടവുമൊക്കെ നൽകപ്പെട്ടതിന് ശേഷം നിർഭാഗ്യവശാൽ വ്യാസദേവ ഭഗവാന്റെ സാഹിതീയ അവതാരം ശിഷ്യനായിരിക്കുന്ന രോമകർഷ്ണൻ അപ്പോഴും
വ്യാസാന വ്യാസാസനത്തിൽ നിന്ന് ഉപവിഷ്ടനായിരിക്കുന്നത് ഭഗവാൻ ബലരാമൻ കാണാനിടയായി. അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയോ ഭഗവാനെ ആദരിക്കുകയോ ചെയ്തില്ല. വ്യാസാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നതിനാൽ താൻ ഭഗവാനേക്കാൾ വലിയവനാണ് എന്ന് ആ വിഡ്ഢി കരുതി. അതിനാൽ അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങുകയോ ഭഗവാനെ നമസ്കരിക്കുകയോ ചെയ്തില്ല. ഇവിടെ എല്ലാവരാലും ബ്രാഹ്മണരും വിശിഷ്ടരായിട്ടുള്ള ഒരു മഹായോഗം തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആധ്യാത്മിക സദസ്സായിരുന്നു. പണ്ഡിതന്മാരും ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹർഷിമാരും എന്ന് വേണ്ട, അതുപോലെ ആധ്യാത്മിക രംഗത്തെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള മഹാത്മാക്കൾ പങ്കെടുക്കുന്ന ഒരു മഹായോഗം തന്നെ. ഭാരതത്തിലെ എല്ലാ ഋഷിമാരും അതുപോലെ ഒരു മഹായോഗമാണ് സരസ്വതി തീരത്ത് നടന്നിരുന്നതെന്നർത്ഥം. അപ്പോൾ അവിടെ ബലരാമൻ കയറി ചെന്നപ്പോൾ, അവിചാരിതമായിട്ട് അവിടെ കയറി ചെന്നപ്പോൾ അവരെ കണ്ടവർക്കെല്ലാം ബ്രഹ്മജ്ഞാനികളായിട്ട് തന്നെ മഹാത്മാക്കൾക്കെല്ലാം ബലരാമനെ തിരിച്ചറിയുകയും ഭഗവാന്റെ അവതാരം തന്നെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാക്കുകയും എല്ലാവരും ബ്രാഹ്മണരും അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരും എല്ലാവരും പക്ഷഭേദമില്ലാതെ തന്നെ ഭഗവാനെ നമസ്കരിക്കുകയും എല്ലാ തരത്തിലും ആദര ബഹുമാനങ്ങൾ അഖ്യപാദാദികളൊക്കെ ചെയ്തു. പക്ഷേ ഈ രോമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ മാത്രം അദ്ദേഹത്തിന് വ്യാസപീഠം കൊടുത്തിരുന്നു. പ്രത്യേകമായ ഒരു സ്ഥാനവും രോമകർഷന് കൊടുത്തിരുന്നു. പക്ഷെ രോമകർഷൻ ഈ ബലരാമനെ ആദരിക്കാനോ അദ്ദേഹത്തിനോട് ആദരവ് പ്രകടിപ്പിക്കാനോ തയ്യാറായില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സംഭവം അവിടെ നടന്നത്. വ്യാസാസനത്തിൽ ഉപവിഷ്ടനായിരുന്നതിനാൽ താൻ ഭഗവാനേക്കാൾ വലിയവനാണെന്ന് ആ വിഡ്ഢി കരുതി. അതിനാൽ അയാൾ ഇരിപ്പിടത്തിൽ നിന്ന് ഇറങ്ങുകയോ ഭഗവാനെ നമസ്കരിക്കുകയോ ആദരിക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പോൾ ഭഗവാൻ ബലരാമൻ രോമകൃഷ്ണന്റെ ചരിത്രത്തെക്കുറിച്ച് ആലോചിച്ചു. അയാൾ സൂത കുടുംബത്തിലാണ് ജനിച്ചത്, അതായത് മിശ്ര കുടുംബത്തിൽ. ക്ഷത്രിയന് ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ചവൻ. അതിനാൽ ബലരാമനെ ക്ഷത്രിയൻ എന്ന് കണക്കാക്കിയാൽ പോലും രോമകർഷണൻ ആ ഉന്നത പീഠത്തിൽ തന്നെ ഇരിപ്പ് തുടരാൻ പാടില്ലായിരുന്നു. ജന്മന അയാൾക്കുള്ള സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ രോമകർഷണൻ എന്ന സമുന്നതമായ ഇരിപ്പ് നില കൈക്കൊള്ളാൻ പാടില്ലായിരുന്നു. എന്നാൽ ഭഗവാൻ ബലരാമന്റെ കണക്കുകൂട്ടൽ. കാരണം അവിടെ അനേകം ഋഷിമാരും ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരും ഹാജരുണ്ടായിരുന്നു. രോമകൃഷ്ണൻ തന്നെ പ്രോന്നത പീഠത്തിൽ നിന്നും ഇറങ്ങി വന്നില്ലെന്ന് മാത്രമല്ല, ബലരാമൻ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരം പ്രകടിപ്പിക്കാൻ പോലും അയാൾ കൂട്ടാക്കുകയുമില്ല. രോമകർഷന്റെ ഈ ധാർഷ്ട്യം ബലരാമന് പിടിച്ചില്ല. അദ്ദേഹം അത്യധികം കോപിക്കുകയും ചെയ്തു. ഒരാൾ വ്യാസാസനത്തിലിരിക്കുമ്പോൾ സദസ്സിലേക്ക് കടന്നു വരുന്ന ആരെ കണ്ടാലും സാധാരണ രീതിയിൽ അയാൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇവിടെ തികച്ചും വിഭിന്നമായ അവസ്ഥയായിരുന്നു. എന്തെന്നാൽ ഭഗവാൻ ബലരാമൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. അതിനാൽ എല്ലാ ബ്രാഹ്മണരും ചേർന്നാണ് രോമകർഷനെ വ്യാസാസനത്തിലേക്ക് തിരഞ്ഞെടുത്തതെങ്കിലും മറ്റ് ജ്ഞാനികളായിട്ടുള്ള ബ്രാഹ്മണരെയും ഋഷിമാരെയും പോലെ അയാളും പെരുമാറണമായിരുന്നു. അതുപോലെ ബലരാമൻ പരമപുരുഷനാണെന്ന് മനസ്സിലാക്കുകയും വേണമായിരുന്നു. ആദരങ്ങൾക്ക് അദ്ദേഹം എപ്പോഴും അർഹനാണ്. സാധാരണ മനുഷ്യരുടെ കാര്യത്തിൽ ഇത്തരം ആദരപ്രകടനങ്ങൾ ഒഴിവാക്കാവുന്നതാണെങ്കിലും ധർമ്മതത്വങ്ങളുടെ പുനഃസ്ഥാപനത്തിന് കൃഷ്ണനും ബലരാമനും അവതരിച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മതത്വം പരമപൂമാന് കീഴടങ്ങുക എന്നതാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ വ്യാപരിക്കുക എന്നതാണ്. ധാർമ്മികതയുടെ സർവോന്നതമായ സമ്പൂർണത എന്ന് ശ്രീമദ് ഭാഗവതം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മഹായാഗത്തിലെ ഏറ്റവും സമുന്നതമായ സ്ഥാനത്തെ വ്യാസാസനത്തിൽ ഈ രോമകൃഷ്ണനെ പിടിച്ചിരുത്തി എന്നുള്ളത് ഒക്കെ ആദരപൂർണമാണ്. പക്ഷേ ബലരാമൻ അവിടെ ചെല്ലുമ്പോൾ സാധാരണ ഈ പറയുന്ന മഹർഷീശ്വരന്മാരെക്കാളും ഉയർന്ന സ്ഥാനത്തുള്ള സർവർക്കും ഈശ്വരനായിരിക്കുന്ന ഭഗവാന്റെ അവതാരമാണ്. അത് ധർമ്മ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് ജനിച്ചിട്ടുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ ആധ്യാത്മിക സദസ്സിൽ വന്നിരിക്കുന്ന പ്രത്യേക സ്ഥാനം കരുതിയിരുന്ന ആള് ഈ രോമകൃഷ്ണൻ അത് മനസ്സിലാക്കണമായിരുന്നു. പക്ഷേ അത് മനസ്സിലാക്കിയില്ല. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ആദരിക്കുന്ന കൂട്ടത്തിൽ രോമകൃഷ്ണനും എഴുന്നേറ്റ് നിന്ന് ആദരിക്കേണ്ടതായിരുന്നു. കാരണം ഒരു സാധാരണ മനുഷ്യനല്ല അവിടെ കടന്നു വന്നത്. സാക്ഷാൽ ഈശ്വരൻ്റെ അവതാരം തന്നെയായിരിക്കുന്ന ബലരാമനാണ് കടന്നു വന്നത്.
അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നിന്ദിക്കുന്ന രീതിയിൽ അവിടെ പെരുമാറി എന്നർത്ഥം. ഇത് അവഗണനയായി. അതുകൊണ്ട് ബലരാമനെ സംബന്ധിച്ചിടത്തോളം ആ അവഗണന സഹിക്കാൻ പറ്റാതെ വന്നു എന്നർത്ഥം. സാധാരണ മനുഷ്യ ജന്മം എടുത്തു വന്നിരിക്കുന്നവർക്ക് ഈ പറയുന്ന നമ്മൾ അവഗണിക്കുന്നവരെ പരിഗണിക്കുന്നവരെ അവഗണിക്കില്ല എന്ന ഒരു നിയതമായ ഈശ്വര നിയമം തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അരോചകമായിട്ട് തോന്നി ആ ഒരു സംഭവം എന്നർത്ഥം. അതുകൊണ്ട് വേദങ്ങളെല്ലാം പഠിച്ചിട്ടും ധാർമ്മികതയുടെ ശ്രേഷ്ഠമായ തത്വം ഗ്രഹിക്കാൻ രോമകർഷണ സൂതന് കഴിഞ്ഞിട്ടില്ലെന്ന് ഭഗവാൻ ബലരാമന് മനസ്സിലായി. ഇപ്പൊ ബ്രഹ്മചാരികളായിട്ടുള്ളവർ ഉഞ്ചനീചത്വങ്ങളില്ലാതെ എത്ര തന്നെ ശ്രേഷ്ഠമായ പദവിയിൽ ഇരുന്നാലും വേണ്ടില്ല, ഈശ്വരൻ്റെ അവതാരങ്ങളെ ശരിക്കും മനസ്സിലാക്കുകയും അവരെ ആദരിക്കണം എന്ന്. ഈശ്വരന് അപ്പുറത്തേക്ക് ശ്രേഷ്ഠനായിട്ട് മറ്റാരും ഇല്ല ഈ ലോകത്തിൽ. അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് എല്ലാത്തിനും കാരണാഭൂതനായിരിക്കുന്ന, എല്ലാവർക്കും മഹേശ്വരനായിരിക്കുന്ന, ലോകമഹേശ്വരനായിരിക്കുന്ന ഭഗവാനെ ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും ഭഗവാനേക്കാളും വലിയ സ്ഥാനമൊന്നും മറ്റാർക്കും ലഭിക്കാനില്ല എന്നർത്ഥം. അത് രോമകർഷണൻ മനസ്സിലാക്കിയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഈ രോമകർഷണന്റെ നിലപാടിനോട് യോജിക്കാൻ ബലരാമന് ഒരിക്കലും സാധ്യമായില്ല. പരിപൂർണ ബ്രാഹ്മണനാകാൻ രോമകർഷണ സൂതന് ഒരവസരം ലഭിച്ചതായിരുന്നു. എന്നാൽ പരമപുരുഷനുമായുള്ള ബന്ധത്തിലെ അവൻ്റെ ദുഷിച്ച പെരുമാറ്റം മൂലം അയാളെ നീചജന്മം പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. ജന്മം പെട്ടെന്ന് ഓർമ്മ വന്നു. രോമകർഷണ സൂതന് ബ്രാഹ്മണന്റെ പദവി ആണ് നൽകിയിരുന്നത്. എന്നാൽ അയാൾ ജനിച്ചത് ബ്രാഹ്മണ കുടുംബത്തിൽ അല്ലായിരുന്നു. അയാൾ ജനിച്ച പ്രതിലോമ കുടുംബത്തിലാണ്. വൈദിക സങ്കല്പപ്രകാരം മിശ്ര കുടുംബ പാരമ്പര്യം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് അനുലോമവും പ്രതിലോമവും. അതായത് പുരുഷന് നീചജാതിയിലെ സ്ത്രീയിൽ ജനിക്കുന്ന സന്തതി അനുലോമവും പുരുഷന് ഉയർന്ന ജാതി സ്ത്രീയിൽ ജനിക്കുന്ന സന്തതി പ്രതിലോമവുമാണ്. ഇത് പറഞ്ഞാൽ അനുലോമം പ്രതിലോമം എന്ന് പറഞ്ഞാൽ പുരുഷൻ ബ്രാഹ്മണനും സ്ത്രീ നീചജാതിയിലുമാണെങ്കിൽ അത് അനുലോമം എന്ന പേരിൽ അറിയപ്പെടും ആ ജനനം. ഇനി പുരുഷനേക്കാൾ ഉയർന്ന ജാതിയിൽ ഉള്ള സ്ത്രീയിൽ ജനിക്കുന്ന സന്തതിയാണെങ്കിൽ അത് പ്രതിലോമം എന്നും വിശേഷിപ്പിക്കുന്നു. അപ്പൊ രോമകർഷണ സൂതൻ പ്രതിലോമ കുടുംബത്തിൽപ്പെട്ടവനാണ്. പ്രതിലോമ കുടുംബം എന്ന് പറഞ്ഞാൽ പുരുഷനേക്കാൾ ഉയർന്ന ജാതിയിൽ ജനിച്ച, അതായത് അമ്മ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു, പുരുഷൻ ക്ഷത്രിയനുമായിരുന്നു. അതുകൊണ്ട് പ്രതിലോമ കുടുംബത്തിൽപ്പെട്ടവനാണ്. അതായത് പുരുഷനേക്കാൾ ഉയർന്ന ജാതിയിൽ ജനിച്ചതായിരുന്നു സ്ത്രീ, അല്ലെങ്കിൽ രോമകർഷണന്റെ അമ്മ എന്നർത്ഥം. രോമകർഷണ സൂതൻ പ്രതിലോമ കുടുംബത്തിൽപ്പെട്ടവനാണ്. കാരണം അവൻ്റെ അമ്മ ബ്രാഹ്മണിയും അച്ഛൻ ക്ഷത്രിയനുമാണ്. രോമകർഷണന്റെ അതീന്ദ്രിയ സാക്ഷാത്കാരം അപൂർണമായിരുന്നതിനാൽ ഭഗവാൻ ബലരാമൻ അവൻ്റെ പ്രതിലോമ പാരമ്പര്യം ഓർമ്മിച്ചുപോയി. ഏതൊരാൾക്കും ബ്രാഹ്മണനായി തീരാൻ അവസരം നൽകാവുന്നതാണെന്ന് ചുരുക്കം. എന്നാൽ യഥാർത്ഥ സാക്ഷാത്കാരം നേടാതെ ആ പദവി ദുരുപയോഗം ചെയ്താൽ ബ്രാഹ്മണ പദവിയിലേക്കുള്ള ഉയർച്ചയ്ക്ക് വിലയില്ല. ഇവിടെ ആ ശ്രേഷ്ഠമായ ഒരു പാരമ്പര്യത്തിൽ ജനിച്ച ആൾ തന്നെയാണ് എന്ന് ബലരാമൻ രോമകർഷണനെ അംഗീകരിക്കുന്നു. പക്ഷേ അവിടെ പ്രത്യക്ഷത്തിൽ ബ്രഹ്മജ്ഞാനി ആയിരിക്കേണ്ട സ്ഥാനത്ത്, ബ്രഹ്മജ്ഞാനികൾ ഇരിക്കേണ്ട സ്ഥാനത്ത് വ്യാസ പീഠത്തിൽ പിടിച്ചിരുത്തിയിട്ട് അതനുസരിച്ചുകൊണ്ട് ഈശ്വരനെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അഹങ്കാരിയായിട്ട് ഒരു ദാർഷ്യം കാണിച്ചു രോമകർഷണൻ എന്നർത്ഥം. അതുകൊണ്ട് ഇവന് ബ്രാഹ്മണ പദവി തന്നെ കൊടുക്കാൻ അർഹനല്ല എന്നാണ് ബലരാമൻ തീരുമാനിച്ചത്. രോമകർഷണൻ സൂതനിൽ സാക്ഷാത്കാരത്തിൻ്റെ കുറവ് കണ്ട് അവൻ്റെ അഹങ്കാരത്തിന് അവനെ ശിക്ഷിക്കുവാൻ ഭഗവാൻ ബലരാമൻ തീരുമാനിച്ചു. അതിനാൽ ബലരാമൻ പറഞ്ഞു, ഈ മനുഷ്യൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ അർഹനാണ്. കാരണം വാസുദേവന്റെ ശിഷ്യൻ എന്ന നല്ല യോഗ്യത ഉണ്ടായിരുന്നിട്ടും ആ സമുന്നത വ്യക്തിയിൽ നിന്നും വേദങ്ങളെല്ലാം അഭ്യസിച്ചിട്ടും പരമ പൂമാന്റെ സാന്നിധ്യത്തിൽ അയാൾ വിധേയത്വം കാണിച്ചില്ല. ഭഗവത്ഗീതയിൽ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥ ബ്രാഹ്മണനും പണ്ഡിതനുമായിരിക്കുന്ന ഒരുവൻ വിനീതമുള്ളവനായിരിക്കും. വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേകവിഹസനി എന്ന ഗീതയിൽ തന്നെ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബ്രഹ്മചാരിയായിരിക്കുന്നവർ വിനയമുള്ളവനായിരിക്കണം.
മറ്റുള്ളവരെ ബഹുമാനിക്കണം, സമദർശിയായിരിക്കണം. ആ ഒരു ഭാവം ഇവിടെ ബ്രഹ്മജ്ഞാനി സ്ഥാനത്തിരിക്കുന്ന ഈ രോമഹർഷന് കാണിച്ചില്ല. അതുകൊണ്ട് രോമഹർഷ സുതനാകട്ടെ വിദ്യാസമ്പന്നനും ബ്രാഹ്മണനുമായി തീരാൻ അവസരം ലഭിച്ചവനും വിനീതനും ആയിരുന്നില്ല. ഭൗതിക നേട്ടങ്ങൾ മൂലം അഹങ്കാരിയായി തീർന്നാൽ ബ്രാഹ്മണന് യോജിച്ച വിനീതമായ പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവില്ലെന്നും ബ്രാഹ്മണന് പോലും അഹങ്കാരം ഉണ്ടാകും എന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇത്തരത്തിലുള്ള ബ്രഹ്മജ്ഞാനികൾ പോലും ചില സമയത്ത് അഹങ്കാരികളായിട്ട് മാറും. അഹങ്കാരമാണ് ഏറ്റവും വലിയ മനുഷ്യൻ്റെ എന്നല്ല ഏതൊരു ജ്ഞാനിയുടെയും ശത്രുവായിട്ട് ഭവിക്കുക, അവനെ സർവനാശത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നർത്ഥം. ഇത്തരത്തിലുള്ള വ്യക്തിയുടെ പാണ്ഡിത്യം സർപ്പപണത്തെ അലങ്കരിക്കുന്ന അമൂല്യ രത്നം പോലെയാണ്. പണത്തിൽ അമൂല്യ രത്നമുണ്ടെങ്കിലും അത് സർപ്പം തന്നെയാണ്. സാധാരണ സർപ്പത്തെ പോലെ ഭീതി ഉളവാക്കുന്നതാണ്. ഒരുവൻ സൗമ്യശീലനും വിനയാന്വിതനും ആയി തീരുന്നു ഇല്ലെങ്കിൽ അവൻ്റെ വേദപുരാണാദി പഠനങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ആചാര്യസ്ഥാനവും ശാസ്ത്രജ്ഞാനവും ഒക്കെ വേദിയിൽ നൃത്തം ചെയ്യുന്ന നാട്യകലാകാരൻ്റെ വേഷം പോലെയാണ്. ധാർമ്മികമായി കേവലം ബാഹ്യമായിട്ട് പണ്ഡിതരും ധാർമ്മികമായിട്ട് ഭാവിക്കുകയും ആന്തരികമായിട്ട് അവിശുദ്ധമായ കപട വ്യക്തികളെ ശിക്ഷിക്കാനാണല്ലോ ഞാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് ബലരാമന് തോന്നി. ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും മറ്റുള്ളവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സമദർശനമായിരിക്കുന്ന ഈശ്വരൻ്റെ ഭാവം കൈവന്നവൻ എന്നാണ് കരുതുക. അപ്പോൾ വിദ്യയുള്ളവനും വിനയമുള്ളവനുമായിരിക്കണം. അപ്പോൾ ബലരാമനെ ആദരിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇവൻ യഥാർത്ഥത്തിൽ ബ്രഹ്മജ്ഞാനി അല്ല, ആ സ്ഥാനത്തിരിക്കാൻ തന്നെ യോഗ്യനല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ രോമകൃഷ്ണനെ വധിക്കാൻ തന്നെയാണ് ബലരാമൻ തീരുമാനിച്ചത്. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.